ആവേശകരമായ കൊട്ടിക്കലാശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനമായിരിക്കുന്നു. മലപ്പുറത്ത് യുഡിഎഫിന്റെ കൊട്ടിക്കലാശത്തിന് കോൺഗ്രസ് കൊടികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. നാളെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിനങ്ങളാണ്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ഷീജയിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നു. ഷീജ, തിരുവനന്തപുരത്ത് അവസാന മിനിറ്റുകളിൽ പലയിടത്തും കനത്ത മഴ പെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷേ മഴയിൽ പോലും ഒട്ടും ചോരാത്ത ആവേശമായിരുന്നു. എങ്ങനെയായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾ? തീർച്ചയായും ഏതായാലും 1.5 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിലാണ് ഇന്നിപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുൻപ് സമാപനമായിരിക്കുന്നത്. അസിത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാനത്തെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ 2 മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഇതിൽ തിരുവനന്തപുരം മണ്ഡലത്തിന്റെയും ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെയും ഭാഗം വരുന്ന മിക്കയിടങ്ങളിലും ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ പേരൂർക്കടയിൽ, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം പേരൂർക്കടയിലായിരുന്നു. അവിടെ ശക്തമായ മഴയിൽ പോലും ചോരാത്ത ആവേശമാണ് കൊട്ടിക്കലാശത്തിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം ആവേശമാണ് ഓരോ മുന്നണിയുടെയും ഭാഗത്തു നിന്നും അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൊടിതോരണങ്ങൾ, അതോടൊപ്പം തന്നെ ബലൂണുകൾ, സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ തുടങ്ങി വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷം തന്നെയാക്കി മാറ്റിയ ഒരു മണിക്കൂറുകളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ചത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം നടന്ന ആറ്റിങ്ങൽ ടൗണിലാണ്. ഇവിടെ കാർമേഘം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെങ്കിലും മഴ പെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു ആശ്വാസം നൽകുന്നത്. ആവേശം അത്രത്തോളം ഉന്നതങ്ങളിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ചയായ മണ്ഡലമായി തന്നെയാണ് ആറ്റിങ്ങലിനെ എടുത്തു പറയുന്നത് എന്നുള്ളത് പ്രത്യേകമായി തന്നെ പറയേണ്ടതാണ്. കാരണം വോട്ട് കച്ചവടത്തിന്റെ വിഷയങ്ങൾ, പണം നൽകി വോട്ട് നേടുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ദിവസങ്ങളിൽ ചർച്ചയായത്. പക്ഷേ ഇതിലെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല, തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതു ക്യാമ്പും ഉള്ളത്. പ്രത്യേകിച്ചും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അത് ഇത്തവണ സാധ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുൻപ് പോലും LDF സ്ഥാനാർത്ഥി വി ജോയ് പങ്കുവെച്ചത്. ഏതായാലും ഇവിടെ ഈ കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകർക്കൊപ്പം കൂടിയത് 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ഒന്ന് LDFന്റെ സ്ഥാനാർത്ഥി വി ജോയ്, അതോടൊപ്പം തന്നെ NDയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ. UDFന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പേരൂർക്കടയിലെ കൊട്ടിക്കലാശത്തിലാണ് പങ്കുചേർന്നത്. ഏതായാലും ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. പരസ്യ പ്രചരണം അങ്ങനെ സംസ്ഥാനത്ത് അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, പരിസമാപ്തിയിലായിരിക്കുന്നു. ഇനി നാളെ ഒരു ദിവസം പൂർണ്ണമായും നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആരെ തങ്ങൾ പിന്തുണയ്ക്കണം, എന്തുകൊണ്ട് പിന്തുണയ്ക്കണം എന്നുള്ളതെല്ലാം മനസ്സിൽ ജനം ഇതിനകം തന്നെ കണക്കുകൂട്ടിയിട്ടുണ്ടാവും. ഏതായാലും ഇനി പോളിംഗ് ബൂത്തിലെത്താൻ ഒരു ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനകം തന്നെ എല്ലാ വിധത്തിലുള്ള അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും സംസ്ഥാന വ്യാപകമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്തെ വിവരങ്ങൾ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.